ഹോം ചൈൽഡ് കെയർ പ്രൊവൈഡർ പൈലറ്റ് ആൻഡ് ഹോം സപ്പോർട്ട് വർക്കർ പൈലറ്റ് പ്രോഗ്രാമിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫുൾ ടൈം ജോബ് ഓഫർ ഇൻ ഹോം കെയർ 11 വർക്ക് എക്സ്പീരിയൻസ് ഓർ ട്രെയിനിങ് ദ റിക്വയർഡ് ലാംഗ്വേജ് സ്കിൽസ് ആൻഡ് എഡ്യൂക്കേഷൻ, ഈ 4 കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. സ്റ്റാർട്ടഡ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ദ പ്രോഗ്രാം വിൽ ബി ഓപ്പണിംഗ് ഓൺ March 31st, 2025 at 10 AM. പിന്നെ ഇതിൻ്റെ ഫീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $1,525 ആണ്. അത് ഒരാൾക്ക്. ഇപ്പോൾ അതിൻ്റെ അകത്ത് സ്പോർട്സും കിഡിനെയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഫീസ് നമുക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ ഇത് 2 പൈലറ്റ് പ്രോഗ്രാംസ് ആണ് ഉള്ളത്. ഒന്ന് ചൈൽഡ് കെയറിനും ഒന്ന് ഹോം സപ്പോർട്ടിനും. പിന്നെ ഇത് 2 സ്ട്രീംസ് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ദ വക്കൻസ് ഇൻസൈഡ് കാനഡ ആൻഡ് ദ ആപ്ലിക്കൻ നോട്ട് വർക്കിംഗ് ഇൻ കാനഡ. ഇപ്പോൾ March 31st ഓപ്പൺ ആകാൻ പോകുന്നത് ദ വർക്കേഴ്സ് ഹൂ ഈസ് ഓൾറെഡി ഇൻ കാനഡ എന്നുള്ള സ്ട്രീമാണ്. പിന്നെ ഹൂ ക്യാൻ അപ്ലൈ, ഗെറ്റ് ആൻ ഓഫർ, ഹൗ ടു അപ്ലൈ, ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. ഇപ്പം ഹൂ ക്യാൻ അപ്ലൈയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർ എന്തൊക്കെ, അതായത് ലാംഗ്വേജ് ടെസ്റ്റിനെ പറ്റിയും എഡ്യൂക്കേഷൻ അസിസ്റ്റൻറ്റിൻ്റെ ഒക്കെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഫസ്റ്റ് നമുക്ക് ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. ലെവൽ 4, അതായത് CLB 4 റൈറ്റിംഗ്, റീഡിംഗ്, ലിസ്ണിംഗ്, സ്പീക്കിംഗ് മൊഡ്യൂൾസിന് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൈസ്കൂൾ ഡിപ്ലോമ ഓർ ഹയർ, അതായത് നമ്മുടെ നാട്ടിൽ +2 അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയാണ് പറഞ്ഞേക്കുന്നത്. വർക്ക് എക്സ്പീരിയൻസിലോട്ട് പോയി നോക്കുകയാണെങ്കിൽ ഹോം ചൈൽഡ് കെയർ പ്രൊവൈഡേഴ്സ് 44100 അല്ലെങ്കിൽ ഹോം സപ്പോർട്ട് വർക്കർ 44101 ആണ് നോ കോഡ് വേണ്ടത്. പിന്നെ 6 months ഓഫ് കണ്ടിന്യൂസ് ഫുൾ ടൈം ആൻഡ് റിലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ് വിത്തിൻ ദ പാസ്റ്റ് 3 years അതായിരിക്കണം വർക്ക് എക്സ്പീരിയൻസ്. അതല്ലാന്നുണ്ടെങ്കിൽ റിലവൻറ്റ് ട്രെയിനിങ് ക്രെഡൻഷ്യൽസ് ഉണ്ടായിരിക്കണം വിത്തിൻ ദ 2 years. പിന്നെ ഈ ചൈൽഡ് കെയറിൻ്റെയും അതേപോലെ തന്നെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് അസിസ്റ്റൻസിൻ്റെ കാര്യവും നേഴ്സിംഗ് എയ്ഡ്സിൻ്റെ കാര്യവും ഇവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ even though you have the certificate for all these, you should have the no code related to home child care providers 44100 and 44101 in the offer letter. അപ്പോൾ ഓഫർ ലെറ്ററിൽ നമുക്ക് ഈ 2 നോ കോഡ് ആയിരിക്കണം. മറ്റത് ചെയ്യുന്ന ആളാണെങ്കിലും ഓഫർ ലെറ്ററിൽ അത് കിട്ടുവാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് ഇവർ അടുത്ത സൈറ്റിൽ പോകുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, അടുത്ത പേജിൽ പോകുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് അസിസ്റ്റൻസ് ആർ നോട്ട് എലിജിബിൾ. എന്തുകൊണ്ടാണ് ആ നോ കോഡാണെങ്കിൽ അവർക്ക് എലിജിബിൾ അല്ല. പക്ഷേ അവരുടെ ഓഫർ ലെറ്ററിൽ നോ കോഡ് ഈ പറയുന്ന 44100 അല്ലെങ്കിൽ 44101 ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അറ്റ്ലീസ്റ്റ് 30 hours എവറി വീക്കിലുണ്ടായിരിക്കണം. പിന്നെ പെർമനൻറ്റ് എംപ്ലോയ്മെൻ്റ് ആയിരിക്കണം. അപ്പോൾ എംപ്ലോയ്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റ് ഹൗസ് ഹോൾഡ് ആയിരിക്കണം. പിന്നെ എന്താ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഡീറ്റെയിൽസും ഇവിടെയുണ്ട്. പിന്നെ ഒരു എംപ്ലോയർ ഫോം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഇൻഡിവിജ്വൽ എംപ്ലോയീസ്, അതായത് പ്രൈവറ്റ് ഹൗസ് ഹോൾഡ്സ് ആണ് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തരുന്നതെന്നുണ്ടെങ്കിൽ അവരെ ഓഫർ ലെറ്ററിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഫോമും കൂടെ ഫില്ല് ചെയ്ത് വിടണം. പിന്നെ ഹൗ ക്യാൻ അപ്ലൈ, അപ്പോൾ അതായത് ഇൻസൈഡ് കാനഡയിലുള്ളവരാണ് ഇപ്പോൾ തുറക്കുന്നത്. അപ്പോൾ അത് ഇപ്പം മൊത്തം 2350 ആപ്ലിക്കേഷൻസ് വർക്കേഴ്സ് ഇൻസൈഡ് കാനഡ ഹൂ ഹാസ് വർക്ക് പെർമിറ്റ്, അതായത് ഔട്ട് ഓഫ് സ്റ്റാറ്റസ് അല്ലാത്ത മൊത്തം ഉള്ളത് 2750 ആപ്ലിക്കേഷൻസ് ആണ്. അതിൻ്റെ അകത്ത് 2350 ആപ്ലിക്കേഷൻസ് വർക്കേഴ്സ് ഇൻ കാനഡ വിത്ത് എ സ്റ്റാറ്റസ്. പിന്നെ 125 പേര് ഔട്ട് ഓഫ് സ്റ്റാറ്റസ്, അതായത് സ്റ്റാറ്റസ് തീർന്നവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അത് ചൈൽഡ് കെയറിനും അത്രയുണ്ട്, അതേപോലെ തന്നെ ഹോം സപ്പോർട്ടിനും അത്ര തന്നെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് 31 തുറക്കും 10 AM അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പോർട്ടൽ PR പോർട്ടൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഇടേണ്ടത്. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം ഇവർ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ IMM ഫോംസ് ഫില്ല് ചെയ്യണം, ചെക്ക് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബയോമെട്രിക്കിൻ്റെ കാര്യങ്ങൾ, മെഡിക്കലിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതിൽ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, എല്ലാവരും ഒന്ന് കയറി നോക്കുക.